അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കൊക്കെയാണ് എന്ന് പ്രവാസികൾക്ക് അധികം ആവശ്യം വരുന്ന കാര്യമാണ്. പൈസ കൊടുക്കലും അരി കൊടുക്കലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് കേട്ടോളി. അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകൻ, പെരുന്നാൾ ദിവസത്തിൽ തനിക്കും താൻ ചെലവ് നൽകൽ നിർബന്ധമുള്ളവർക്കുമുള്ള ഭക്ഷണം, വസ്ത്രം, കടമുള്ളവർക്ക് കടം വീട്ടാനുള്ള ധനം എന്നിവ മാറ്റിവെച്ചതിന് ശേഷം ധനം ബാക്കിയുള്ള വ്യക്തികൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. മേൽ ആവശ്യങ്ങൾ കഴിഞ്ഞ് പണമോ അരിയോ തന്നെ ബാക്കി ഉണ്ടാവണം, ആ സാധനങ്ങൾ തന്നെ ബാക്കി ഉണ്ടാവണമെന്നില്ല. ഒരാളുടെ ഉടമസ്ഥയിലുള്ള ഭൂമി, കെട്ടിടം, വാഹനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ മൊത്തം സാമ്പത്തിക ശേഷി പരിഗണിച്ച് മേൽ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം സമ്പത്ത് ബാക്കിയുണ്ടോ എന്നതാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നതിൻ്റെ മാനദണ്ഡം. ഈ വിധം സാമ്പത്തിക ശേഷിയുള്ളവർ സ്വന്തത്തിൻ്റെയും താൻ ചെലവ് നൽകൽ നിർബന്ധമുള്ളവരുടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. വിശുദ്ധ റമദാനിൻ്റെ അവസാന സമയവും ഷവ്വാലിൻ്റെ ആദ്യ സമയവും ഒരുമിച്ച് സംഗമിക്കുമ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. പ്രസ്തുത സമയം മേൽപ്പറഞ്ഞ വിധം സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഏതായാലും വലിയ സമ്പന്നർക്ക് മാത്രമേ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ എന്ന ധാരണ ശരിയല്ല. അപ്പോൾ ഈ വിഷയം എനിക്ക് മനസ്സിലായി കാണും, ആർക്കാണ് കൊടുക്കേണ്ടത് എന്താണെന്നൊക്കെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട എപ്പിസോഡിൽ ഇനിയും ഒരുപാട് വരാനുണ്ട്. ഇൻഷാ അല്ലാഹ്.